അർജുൻ മട്ടന്നൂരുണ്ട് എറണാകുളം CJM കോടതിക്ക് മുന്നിൽ. അർജുൻ, തുറന്ന കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത്. എറണാകുളം CJM കോടതിയിലേക്ക് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്താൻ ഏകദേശം എത്ര സമയമെടുക്കും? 10 മിനിറ്റിനകം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമെന്നാണ് അറിയുന്നത്. സ്മൃതി, പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ ഇറക്കിയാൽ ഏതാണ്ട് 10 മിനിറ്റിനകം തന്നെ കോടതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പ്രശസ്ത അഭിഭാഷകനായ രാമൻപിള്ള ഹാജരാകുന്നുണ്ട്. രാമൻപിള്ള അല്പസമയം മുമ്പ് കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജാമ്യം നൽകരുത് എന്നൊരാവശ്യമാണ് പോലീസ് ഉന്നയിക്കുക. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ APPയുടെ അടക്കം കൂടിക്കാഴ്ച നടത്തുകയും ഈ നിർദ്ദേശങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരമൊരു ആവശ്യമാണ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുക. അതോടൊപ്പം ഈ ജാമ്യാപേക്ഷയുമായാണ് ബോബി ചെമ്മണ്ണൂരും കോടതിയെ സമീപിക്കുന്നത്. ഇത്തരത്തിൽ റിമാൻഡിൽ വിടരുത് എന്നൊരാവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ BNS 75 പ്രകാരമുള്ള 2 കുറ്റങ്ങളും അതോടൊപ്പം IT ആക്ട് 67 പ്രകാരമുള്ള കുറ്റവുമാണ് ചുമത്തിയിട്ടുള്ളത്. അതുപ്രകാരം ജാമ്യം നൽകണം എന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ അശ്ലീല ചുവയോടെയല്ല സംസാരിച്ചത്, അത് തെറ്റിദ്ധരിച്ചതാണ് തുടങ്ങിയ വാദങ്ങളായിരിക്കും ഈ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കും. ബോബി ചെമ്മണ്ണൂരിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണം എന്നൊരാവശ്യമായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുക. അതേസമയം ജാമ്യം നൽകണം എന്നൊരാവശ്യമായിരിക്കും സ്വാഭാവികമായും പ്രതിഭാഗം ഉന്നയിക്കുക. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് എത്തിക്കും. സ്മൃതി, ശരി, കോടതിയിലേക്ക് അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് എത്തിക്കും.